രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ മറ്റേതൊരു പാർട്ടി നേതാവ്, പ്രതിപക്ഷത്തുള്ള ഏതൊരു പാർട്ടി നേതാവിനേക്കാൾ കൂടുതൽ നരേന്ദ്രമോദിയോട് വ്യക്തിപരമായ വിരോധമുണ്ടായിരുന്ന ഒരാളാണ്. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹം നേരത്തെ NDA സഖ്യത്തിൻ്റെ ഭാഗമായിരുന്ന അദ്ദേഹം തൻ്റെ പാർട്ടിയെ മറുപക്ഷത്തേക്ക് കൊണ്ടുപോയത്. എന്നിട്ട് അതിനെതിരെയുള്ള ശക്തമായ നീക്കം നടത്തുന്ന അതിനിടയിൽ അദ്ദേഹം പോകുന്നതിനിടയിൽ പറഞ്ഞൊരു കാര്യമാണ്. പോകുന്നതിന് മുമ്പേ അദ്ദേഹം പറയും, ഈ സഖ്യത്തെ ശക്തമായ ഒരു മുന്നണിയാക്കിയിട്ട് ഒരു ഗഡ്ബന്ധനാക്കി മാറ്റാൻ കോൺഗ്രസ് ശ്രമിക്കുന്നില്ല, കോൺഗ്രസ് നേതാക്കന്മാർ ശ്രമിക്കുന്നു. ഇതേ കാര്യം തന്നെ മറ്റു പല ആളുകളും പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റു പല നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേണ്ടത്, ഞാൻ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുകയല്ല, കോൺഗ്രസ് ചെയ്യേണ്ട ഒരു കാര്യം, ഇത്തരം കാര്യങ്ങൾ ജനാധിപത്യ വിരുദ്ധമായിട്ട് ഏകാധിപത്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു വിട്ടിപ്പത് താങ്കൾ പറഞ്ഞ പോലെ ഒരു തരത്തിൽ അവർക്ക് ഏകാധിപത്യം കാണിക്കാൻ പറ്റാത്ത ഒരു ഘട്ടമാണിത്. കഴിഞ്ഞ തവണയാണെങ്കിൽ അത് പറ്റുമായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് BJPക്ക് തനിച്ച് ഭരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ ഒരു ഘട്ടത്തിൽ മറ്റുള്ളവരെ കൂടി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്ത് ഇത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഈ നീക്കത്തിനെതിരെ ഒപ്പം നിൽക്കണമെന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം വേണം. അതിനായിട്ട് ശ്രമിക്കെങ്കിലും ചെയ്യണം. ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഇന്ത്യ സഖ്യം ഇന്നത്തെ രൂപത്തിൽ വല്ലപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു ഗഡ്ബന്ധൻ എന്ന പേര് പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നതിന് പകരം തെരഞ്ഞെടുപ്പില്ലാത്ത ഘട്ടത്തിൽ അപ്പോഴാണ് അവരുടെ ശരിയായ രൂപത്തിലുള്ള പ്രവർത്തനം ഉണ്ടാവേണ്ടത്. അത് ഇത്തരം ഘട്ടങ്ങളിലൊക്കെ അത്യാവശ്യമാണ്. ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളും പഠിക്കേണ്ടത് കർഷകരുടെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ശക്തമായിട്ടുള്ള അടിത്തറയില്ലാതെ കർഷക സംഘടനകൾ മാത്രം നടത്തിയിട്ടുള്ള ഒരു പ്രക്ഷോഭം, ആ പ്രക്ഷോഭം എങ്ങനെ ഇന്ത്യയുടെ ഈ ചരിത്രത്തിൽ വലിയ നാഴികക്കല്ലായി മാറി എന്നുള്ള കാര്യം ഒരു ഉദാഹരണമായിട്ടെടുത്ത് അതൊരു മാതൃകയായിട്ടെടുത്ത് മുന്നോട്ടേക്ക് പോകേണ്ടത്. അതിന് മുമ്പത്തെ ഈ നമ്മുടെ അടിയന്തരാവസ്ഥക്കാലത്തെ പ്രക്ഷോഭങ്ങൾ ഒക്കെ നമ്മൾ നമുക്കറിയാം. JPയുടെ ഒക്കെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം അതെങ്ങനെ വിജയിച്ചുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതേപോലെ പോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെല്ലാ ആളുകളും ഇതൊക്കെ ഇപ്പോഴത്തെ ഘട്ടത്തിൽ നമുക്കിതൊക്കെ പറയാൻ പറ്റും. ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ നമുക്ക് അവകാശങ്ങൾ പോയിട്ട് നമുക്ക് തുറക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഇവിടെ നേരത്തെ സമ്പത്ത് തന്നെ പറഞ്ഞൊരു കാര്യം ഞാൻ ആവർത്തിക്കുന്നു. എല്ലാ കേന്ദ്ര ഏജൻസികളും വെറും സർക്കാരിൻ്റെ ആജ്ഞാനുവർത്തികളായിട്ട് മാറുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ EDയുടെ ഇതുവരെയുള്ള അവർ രജിസ്റ്റർ ചെയ്ത കേസുകൾ എന്നിട്ട് ശിക്ഷിച്ച കേസുകളുടെ ഒരു അനുപാതം അടുത്ത സമയത്ത് വാർത്തയായി വന്നിരുന്നല്ലോ. ഒരു കേന്ദ്ര ഏജൻസി ഇത്രയും ദയനീയമായാണ്. കാരണം കാണുന്നവരെ മുഴുവൻ പിടിച്ച് അകത്തിടുക, എന്നിട്ട് അവസാനം ശിക്ഷിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ ഇത്ര ശതമാനം മാത്രമായിട്ട് മാറുന്നൊരവസ്ഥയുണ്ടാവും. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അതിനൊക്കെ വളരെ വ്യക്തമായ കാര്യം എന്ന് പറയുന്നത് ഇത് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്പം നേരത്തെ അജിത് പവാറിനെ പോലൊരാൾ ഏറ്റവും ED രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഏറ്റവും വലിയ തോക്കുള്ള കേസ് അജിത് പവാറിനെതിരെയായിരുന്നു. പക്ഷേ അദ്ദേഹം മറുകണ്ഠം ചാടിയപ്പോഴെന്തായി? ആ കേസുകളൊന്നും വഴിയല്ലാത്ത രൂപത്തിൽ ഇങ്ങനെ കുറേ നേതാക്കന്മാർക്കെതിരെയുള്ള BJPയിലേക്ക് കടന്ന ആളുകൾക്കൊന്നും പിന്നെ കേസുകളെക്കുറിച്ച് ഭയക്കേണ്ടാത്ത ഒരവസ്ഥയില്ല. ഒന്നുകിൽ നിങ്ങൾ ഇപ്പുറത്തേക്ക് വരും. ഇത് മാധ്യമങ്ങളുടെ നേരെ പോലും ഇത്തരത്തിൽ ഭീഷണിയായിട്ട് വരുന്നുണ്ടോ ഉള്ള കാര്യം നമുക്കറിയാം.